കന്നുകാലികളെ കൊണ്ടുവരുന്നതിനിടെ സംഘപരിവാർ ഗുണ്ടകളുടെ ആക്രമണത്തിൽ ശരീരം തളർന്ന യുവാവ് 3 വർഷമായി കിടപ്പിൽ. കാസർഗോഡ് മംഗൽപാടിയിലെ അബ്ദുൽ സമീറാണ് സംഘപരിവാർ ആക്രമണത്തിൽ നട്ടലിന് ക്ഷതമേറ്റ് കിടപ്പിലായത്. 2014 ഓഗസ്റ്റ് 24-ന് കർണാടകയിലെ ഉപ്പിനങ്ങാടിയിൽ നിന്നും തൊക്കോട്ടേക്ക് കാലികളെ കൊണ്ടുവരുന്നതിനിടെയാണ് സമീർ ആക്രമിക്കപ്പെട്ടത്. സംഭവത്തെക്കുറിച്ച് സമീർ പറയുന്നത് ഇങ്ങനെ: ഉപ്പിനങ്ങാടിയിൽ നിന്ന് ലോഡാക്കിയിട്ട് BC റോഡ് ടോൾ ബൂത്തിലെത്തുമ്പോൾ അവിടെ ഒരു മഞ്ഞ കളറിൻ്റെ ബസ് നിർത്തിയിട്ടുണ്ടായിരുന്നു. ടോൾ ബൂത്തിൽ ഞാൻ വാങ്ങി ടിക്കറ്റ് പാസ് കൊടുത്തിട്ട് കുറച്ച് ഇങ്ങോട്ട് എത്തുമ്പോൾ അതേ ബസ് വന്നിട്ടാണ് തടഞ്ഞു നിർത്തുന്നത്. അതിലൊരു 50-60 പേരിരിക്കുന്നു. അവർ വന്നിട്ട് ശ്രീരാമസേനക്ക് ജയ്, ശ്രീരാമസേനക്ക് ജയും വിളിച്ചിട്ട് വന്നിട്ട് തല്ലിട്ട് നിലത്ത് വീഴുന്ന സമയത്താണ് പോലീസുകാർ വരുന്നത്. മംഗളൂരുവിലെ സംഘപരിവാർ നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. എന്നാൽ ഇവർക്കെതിരെ പോലീസ് കേസെടുത്തില്ലെന്നും സമീർ ആരോപിക്കുന്നു. അവർ ഈ സംഘടനന്റെ അവർക്ക് ഫുൾ നേതൃത്വം കൊടുത്തണം. പമ്പൽസർ അല്ലെങ്കിൽ ബജരംഗ് നേതാവ് സെറ്റിംഗ് ആണ്, പോലീസെല്ലാം സെറ്റിംഗ്. സമീറും ഭാര്യയും 4 കുട്ടികളും അടങ്ങുന്ന കുടുംബം കഴിഞ്ഞ 9 വർഷമായി ഈ വാടക ക്വാർട്ടേഴ്സിലാണ് താമസം. മനുഷ്യപ്പറ്റുള്ളവരുടെ കാരുണ്യത്തിലാണ് ഇപ്പോൾ ഈ കുടുംബത്തിന്റെ ജീവിതം. ഷഫീഖ് നസ്രുള്ള, മീഡിയ 1, കാസർഗോഡ്.